ഹലോ എവ്രി വൺ, ഞാൻ ഡോക്ടർ ജിറ്റി ജോർജ്, സൈക്യാട്രിസ്റ്റ്, SH മെഡിക്കൽ സെൻറ്റർ, കോട്ടയം. അവധിക്കാലമാണ്, സ്കൂളൊക്കെ അടച്ചു. കുട്ടികൾ ഫോൺ അഡിക്ഷനിലോട്ടൊക്കെ പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ. കുട്ടികൾക്ക് നമ്മൾ മുതിർന്നവരെ പോലെയല്ല, അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. ഒരു 15 to 20 മിനിറ്റ്സ് ഒക്കെ കാണത്തുള്ളൂ. അപ്പോൾ അവധിക്കാലത്ത് മാതാപിതാക്കൾ കുട്ടികളെ ചിലപ്പോൾ അവധിക്കാല ക്ലാസ്സുകളുണ്ടാവും, ട്യൂഷൻ ക്ലാസ്സുകളുണ്ടാവും, സ്പെഷ്യൽ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റീഡിങ് ഒരു ഹോബിയായിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന പേരൻസ് ഉണ്ട്. കഴ്സീവ് റൈറ്റിംഗ്, ഹാൻഡ് റൈറ്റിംഗ് നന്നാവാൻ, സ്പെല്ലിംഗ് പഠിക്കാൻ ഒക്കെ ഡെയിലി ഒരു പേജ് വെച്ച് എഴുതാൻ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന പേരൻസൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു എഫേർട്ട് എടുത്ത് കുറച്ച് കോൺസെൻട്രേഷൻ കൂടുതൽ വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈം നമ്മൾ ലിമിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 20 മിനിറ്റ്സ്, മാക്സിമം അരമണിക്കൂറൊക്കെ കുട്ടികൾക്ക് ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ രീതിയിൽ നമ്മളത് ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇങ്ങനത്തെ എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് മടുക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാവിലെ ഒരു ക്ലാസ്സിന് പോയിട്ട് വന്നിട്ട് ഉടനെ തന്നെ പത്രം വായിക്കാൻ പറയരുത്. കാരണം അതിനും എഫേർട്ടുള്ള കാര്യമാണ്, അതിനും കോൺസെൻട്രേഷൻ ഒത്തിരി വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ രണ്ട് ടാസ്കുകളുടെ ഇടയിൽ ഒരു കുറച്ചും കൂടെ മൈൽഡായിട്ടുള്ള, കുറച്ച് റിലാക്സിങ് ആയിട്ടുള്ള, എൻജോയബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്താൽ നന്നായിരിക്കും. അവസാനമായിട്ട് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷന് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. റിസർച്ച് പഠനങ്ങൾ തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യലൈസ് ചെയ്യുന്ന, സോഷ്യലി ആക്റ്റീവായിട്ടുള്ള, സോഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അഡിക്ഷൻസ് വരാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണെന്നുള്ളതാണ്. ഇപ്പോൾ സോഷ്യലൈസ് ചെയ്യാനായിട്ട് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വെക്കേഷനൊക്കെയാണ്, കുറേ കുട്ടികളൊക്കെ അമ്മ വീട്ടിലൊക്കെ പോയി നിൽക്കും, ഒത്തിരി സെലിബ്രേഷൻസ് ഉണ്ടാവും, ഫാമിലി ഫങ്ഷൻസ് ഉണ്ടാവും. നമ്മൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ പേരൻസ്, അവിടെയൊക്കെ കുട്ടികളെ കൊണ്ടുപോകാം. കടയിൽ പോകുമ്പോൾ അവിടെയും കൊണ്ടുപോകാം. അപ്പോൾ കുട്ടികൾ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ള സോഷ്യൽ സ്കിൽസ് അവർക്ക് കിട്ടുന്നു. അതേപോലെ തന്നെ ആളുകളോട് സംസാരിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ലെവൽ അവരുടെ ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇനി വീട്ടിലാണെങ്കിൽ തന്നെ അവരവരുടെ റൂമിൽ തന്നെ അടങ്ങി ഇരിക്കേണ്ട കാര്യമില്ല. റൂമിലോട്ട്, അവരുടെ കംഫോർട്ട് സോണിലോട്ട് ഒതുങ്ങിക്കൂടേണ്ട കാര്യമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ടാസ്കുകൾ, ജോലികൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പം അമ്മ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കാതെ മിണ്ടാതെ ആയിരിക്കില്ലല്ലോ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പേരൻസിന് കുട്ടികളെ കുറച്ച് കൂടുതൽ അറിയാനും കുട്ടികൾക്ക് പേരൻസുമായിട്ടുള്ള ഒരു ബോണ്ടിങ് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഫോൺ അഡിക്ഷൻ എന്നുള്ള ആ ഒരു ഒറ്റ ബെനിഫിറ്റ് മാത്രമല്ല അതിനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു അവധിക്കാല ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ പേരൻസ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. താങ്ക് യു.